ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം അല്പസമയം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ്. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികളോട് പറയുന്ന ഒരു വാക്യമാണ്, ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. താൻ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. താൻ പറയുന്നത് ഞാൻ ഓടുകയാണ്, എൻ്റെ ഓട്ടമെന്ന് പറയുന്നത് ഞാൻ നിശ്ചയമില്ലാത്ത രീതിയിൽ ഓടുകയൊന്നുമല്ല. എനിക്ക് വളരെ നിശ്ചയമുണ്ട് ഞാൻ എങ്ങോട്ടാണ് ഓടുന്നത്, ഏത് ലാക്കിലേക്കാണ് ഞാൻ ഓടുന്നതെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമുക്കറിയാം, ഒരു ദിവസം രാവിലെ മനുഷ്യൻ തൻ്റെ ഓട്ടം ആരംഭിക്കുകയാണ്. എങ്ങനെയൊക്കെ ഓട്ടം ആരംഭിക്കുന്നത്? ഒരു കൂട്ടർ രാവിലെ പാൽ വിതരണം ചെയ്യാനായിട്ട് ഓടുന്നു. സ്കൂട്ടറിലായിരിക്കാം, വേറെ വണ്ടികളിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നടന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ സൈക്കിളിലായിരിക്കാം. അവർ ഓടുകയാണ്, ഉപജീവനത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അവർ. മറ്റൊരു കൂട്ടർ രാവിലെ പത്രം വിതരണം ചെയ്യാനായിട്ട് ഓടുകയാണ്. അവരും ജീവനത്തിന് വേണ്ടിയിട്ട് ഓടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പലതരത്തിലുള്ള ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ രാവിലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടിക്ക് പോകുന്ന നഴ്സുമാർ, ഡോക്ടർമാർ, അതുപോലെ തന്നെ ബസ് ഓടിക്കാൻ പോകുന്ന ഡ്രൈവർമാർ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന പോലീസുകാർ, കൂലിപ്പണിക്ക് പോകുന്ന പെയിൻറ്റിങ് വർക്കുകാർ, അല്ലെങ്കിൽ മറ്റുള്ള വർക്കേഴ്സ്. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ കളിയാക്കിയതല്ല, അങ്ങനെ ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളും എല്ലാം രാവിലെ എല്ലാവരും ഒരു ഓട്ടക്കളത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ വേറെ ചില ആളുകൾ ഓടുന്നത് ദോഷം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ബൈബിൾ പറയുന്നു, ഇനിയും ചിലർ ദോഷം ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. അവരുടെ കാൽ രക്തം ചൊരിയാൻ വേണ്ടി ബന്ധപ്പെടുന്നു എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ ഓടുന്ന ചില ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേറെ ചില ആളുകൾ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജോലി നിമിത്തം അവർ തങ്ങളുടെ പട്ടണങ്ങളെ വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികളായിട്ട് അവർ ഓടുകയാണ്. പല വിധത്തിലും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല രീതിയിലും മനുഷ്യൻ അങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാവിലെ ദൈവം തൻ്റെ വചനം ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. അവൻ്റെ വചനം അതിവേഗം ഓടുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. 147-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ആളുകൾക്കൊന്നും ദൈവവചനത്തിന് കേൾക്കാനോ ദൈവത്തെ ശ്രദ്ധിക്കുവാനോ സമയമില്ലാത്ത രീതിയിൽ അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിഭയങ്കരമായ നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സഭകളിലുള്ളവരും വിശ്വാസികളായിട്ടുള്ള ആളുകളും എല്ലാം ഒരുതരം ഓട്ടത്തിലാണ്. പൗലോസ് പറയുന്നത്, ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, എൻ്റെ ഓട്ടത്തിനൊരു നിശ്ചയമുണ്ട്. അത് വളരെ പ്ലാനോട് കൂടിയായിട്ടാണ് താൻ ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പൗലോസ് പറയുകയാണ്. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഒരു വെളിപ്പാടനുസരിച്ചത്രേ പോയത്, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കാൻ. അനേക ആളുകൾക്കും ഒരു വെളിപ്പാട് ലഭിക്കുന്നില്ല. അനേകർ ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്കൊരു ഞായറാഴ്ച ഒരു ആരാധന കൂടി അവർ ഞായറാഴ്ച സന്തോഷത്തോടു കൂടി ആരാധനയ്ക്കെല്ലാം പോയി മടങ്ങി വന്നു കഴിയുമ്പോൾ പിന്നെ അവർ സാധാരണ മനുഷ്യരാണ്. പിന്നെ അവർ ഒരു ക്രിസ്ത്യാനി എന്നുള്ള ജീവിതം അവർക്കില്ല. അവരും വേറൊരു രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരു വെളിപ്പാട് ലഭിച്ചവൻ എല്ലായിടത്തും അവന് തൻ്റെ ആ ഓട്ടത്തിന് ചില പ്രത്യേകതകളുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയത്. അവൻ ഓടുന്ന ഓരോ കാര്യങ്ങളിലും അവനൊരു ലക്ഷ്യമുണ്ട്. ഒരു ലക്ഷ്യമില്ലാതെയല്ല ഓടുന്നത്, ഒരു നിശ്ചയമുണ്ട്. ഒരു നിശ്ചയമില്ലാതെയല്ല ഓടുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ നിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പല രീതിയിൽ ഓടുമ്പോൾ അവിടെ നമുക്കൊരു സാക്ഷ്യം പുലർത്തേണ്ട ആവശ്യമുണ്ട്. നാം ജോലി ചെയ്യേണ്ട എന്ന് ബൈബിൾ പറയുന്നില്ല, നാം വേല ചെയ്യുക തന്നെ വേണം. പലതരത്തിലുള്ള ജോലിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു, ഓരോ സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. പക്ഷേ അവിടെയെല്ലാം നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, നമുക്കൊരു നിശ്ചയം ഉണ്ടായിരിക്കണം, നമ്മുടെ ഐഡൻറ്റിറ്റി നാം വെളിപ്പെടുത്തണം. ഇന്ന് അനേക ആളുകളും തങ്ങളുടെ ജോലി സ്ഥലത്ത് താനൊരു ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. ലോകത്തോടൊപ്പം ഐക്യത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല, ലോകത്തിൽ നിന്ന് നമുക്ക് ഓടാനും പറ്റുകയില്ല. പക്ഷേ ലോകവുമായിട്ട് ഐക്യത്തിൽ തുടരുക എന്നുള്ളത് ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ
ഒന്നാമത്തെ വാക്യത്തിൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ ഓട്ടം സ്ഥിരമായ ഒരു ഓട്ടമായിരിക്കണം. നാം ഞായറാഴ്ച മാത്രം ഒരു ക്രിസ്ത്യാനി, ബാക്കിയുള്ള ദിവസങ്ങളിൽ തനി ലോകക്കാരെ പോലെ നമുക്ക് ഓടുവാനായിട്ടുള്ള പ്രമാണമില്ല. നമ്മുടെ ഓട്ടം ഒരു സ്ഥിരതയുള്ളതായിരിക്കണം. കാരണം എന്താണ്? നമ്മുടെ ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിൽക്കുന്നുണ്ട്. നാം ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യം നമുക്കുണ്ട്. അനേക വിശ്വാസികളെന്ന് പറയുന്ന ആളുകളും തങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നില്ല. ഞാനൊരിക്കൽ ഒരു സെക്കൻഡ് ഹാൻഡ് AC വാങ്ങിച്ചപ്പോൾ അത് അഴിച്ചുകൊണ്ട് വരാനായിട്ടൊരു വ്യക്തിയെ, ഒരു ഇലക്ട്രീഷ്യനെ, ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് പോയി. അവനത് അഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഇവനൊരു ക്രിസ്ത്യാനിയാണോ എന്നൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് പേര്? അപ്പോൾ അവൻ പറഞ്ഞു ഷൺമുഖനാണെന്ന്. തമിഴ്നാട്ടുകാരനാണ്, ഷൺമുഖനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ക്രിസ്ത്യാനി അല്ല, എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു. അവൻ വേറെ കൂടുതലൊന്നും എന്നോട് ചോദിച്ചില്ല. അങ്ങനെ ആ വർക്കിൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ക്രിസ്തീയ ഭക്തിഗാനം പാടുവാനായിട്ട് പ്രേരണയുണ്ടായി. ഞാൻ ആ ഭക്തിഗാനം മുഴുവനായിട്ട് പാടി അവിടെ നിന്നുകൊണ്ട് തന്നെ. ഇവൻ വർക്ക് ചെയ്യുന്നു, ഞാൻ പാട്ട് പാടുന്നു. പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനിയാണോ എന്നോ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും അവൻ ചോദിച്ചില്ല. പക്ഷേ ദൈവം പിന്നെ എന്നോട് ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പറഞ്ഞു അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വർക്ക് തീരാറായി അവിടെ നിന്ന് അഴിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, താങ്കളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അതെന്ന് പറഞ്ഞു. ഏത് ചർച്ചിലാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന സഭയിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. നോക്കണേ, അതുവരെയും അവൻ്റെ ഒപ്പം ഞാൻ നിൽക്കുകയാണ്, ഞാൻ പാട്ടുപാടി എന്നിട്ട് അവനോട് സംസാരിച്ചു. പക്ഷേ അവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. കാരണം അവൻ മറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ കാര്യങ്ങൾ അവൻ മറച്ചു വയ്ക്കുകയാണ്. അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അവന് കിട്ടുന്ന വേതനം കുറഞ്ഞു വന്ന് വരികിലോ അധിക വേതനം മേടിച്ചാൽ തിരിച്ചറിയുമെന്നുള്ള വിചാരം കൊണ്ടൊക്കെ ആകാം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മൾ നിൽക്കുന്നിടത്ത് സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ തന്നെ മറച്ചു വയ്ക്കാതെ നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക. യേശുവിൻ്റെ ഒരു നല്ല സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ഇന്നത്തെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.